കഴിഞ്ഞ ദിവസം പെയിൻറ്റ് മേടിക്കാൻ പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ എൻ്റെ പെയിൻറ്റിൻ്റെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എൻ്റെ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പെയിൻറ്റ് അടിക്കാനൊക്കെ ആയിട്ട്. ഈ ചേട്ടന്മാർ നമുക്ക് അറിയാവുന്ന ചേട്ടന്മാരാണ്. ഒരു 4-4 വർഷം മുന്നേ ഈ ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് പെയിൻറ്റ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ പെയിൻറ്റ് അടിക്കുന്നത് വീട്. ഈ പെയിൻറ്റ് അടിക്കൽ നല്ലൊരു ടാസ്ക് ആണെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിടുക, പിന്നെ തിരിച്ചതുപോലെ തന്നെ അകത്തേക്ക് എടുത്ത് വെക്കുക. നല്ലൊരു 8ൻ്റെ പണിയെന്നല്ല 16ൻ്റെ പണിയെന്ന് തന്നെ വേണം പറയുന്നുണ്ട്. കാരണം അതുപോലെ സാധനങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ മിക്കവരും വീടുകളിലൊക്കെ. അടുക്കളയാണ് ഏറ്റവും ടാസ്ക്. അടുക്കളയിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ഇനി ഒന്നേന്ന് ഓരോ സ്ഥലങ്ങളിലൊക്കെ പെയിൻ്റ് അടിക്കണിരുന്നിട്ടാണ്. അങ്ങനെ പെയിൻ്റെല്ലാം ഓരോ സൈഡ് അടിച്ച് കഴിയുമ്പോൾ ഓരോ സൈഡിലേക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റി വയ്ക്കുന്നുണ്ടാവും. അങ്ങനെ പെയിൻ്റ് അടി അകത്ത് മാത്രമായിട്ട് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നുള്ളൂ, പുറത്ത് പിന്നീട് ഞങ്ങൾ അടിക്കുന്നു. അങ്ങനെ അകത്തെല്ലാം പെയിൻ്റ് അടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ സാധനങ്ങൾ തിരിച്ചകത്തേക്ക് തന്നെ വെച്ചിട്ടാണ്. എല്ലാം ഒന്നും ക്ലിയർ ആയിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അകത്ത് കയറി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി വെക്കാനുണ്ട് കേട്ടോ. ഒന്നും കൂടെ സെറ്റായിട്ടില്ല, എന്നാലും ഏകദേശമൊക്കെ ഞങ്ങൾ സെറ്റാക്കി. അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ.